ശംഖഭൃത്, നന്ദകി, ചക്രി, ശാർംഗധന്വ, ഗദാധര, രഥാംഗപാണി, അക്ഷോഭ്യ, സർവപ്രഹരണായുധ. 993 ശംഖഭൃത്. ശംഖത്തെ പാഞ്ചജന്യാഖ്യം ഭൂതാദി അഹങ്കാരാത്മകം ശംഖം. 12ാം സ്കന്ധം 11ാം അധ്യായത്തിൽ ഭഗവാന്റെ കയ്യിലുള്ള ശംഖചക്രങ്ങളുടെ അർത്ഥം പറയുമ്പോൾ മനസ്തത്വമാണ് ചക്രത്തിൽ എന്ന് പറഞ്ഞ പോലെ ശംഖ് എന്തിൻ്റെ പ്രതീകം? ഭൂതാദി അഹങ്കാരസ്വരൂപം. നമ്മുടെ അഹങ്കാരമാണ് ഭഗവാൻ ശംഖായിട്ട് കയ്യിൽ വെച്ചുകൊണ്ട്. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് നമ്മുടെ അഹങ്കാരത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. ഭഗവാൻ അത് ഏറ്റെടുത്തോളും, നമ്മളെ ഫ്രീ ആക്കിക്കോളും. നന്ദകി, നന്ദകം എന്നുള്ളത് ഭഗവാൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന വാളാണ്. വിദ്യാമയോ നന്ദകാഖ്യ അസിഹി അസ്യ. വിദ്യ, ജ്ഞാനത്തെയാണ് വാളായിട്ട് ഭഗവാൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനാസി എന്ന് ഗീതയിലും പറയണം. ജ്ഞാനാസിന ചിത്വ. ഈ ഇഴുകിപ്പിടിച്ചിരിക്കുന്ന അജ്ഞാന തിരശ്ശീലയെ മൂർച്ചയുള്ള ജ്ഞാനവാള് കൊണ്ട് ഇറന്നൊരു മുറിമുറിക്കുക. അപ്പൊ അജ്ഞാനം അകലും, ആ തിരശ്ശീലയുടെ പിന്നിലിരിക്കുന്ന ജ്ഞാനം കാണുമാറാവും. അവ ജ്ഞാനത്തെ വാളിനോട് അല്ല, കോർത്ത മൂർച്ചയുള്ള വാള്. അപ്പം ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ഭഗവാൻ കയ്യിൽ വെച്ചിട്ടുള്ള നന്ദകം എന്ന വാള്. നന്ദകി, ചക്രി, മനസ്തത്വാത്മകം സുദർശനാഖ്യം ചക്രം അസ്യ അസ്തി ഇതി. ശാർംഗധന്വ, ഭഗവാന്റെ കയ്യിലുള്ള ധനുസ്സിനെ ശാർംഗം എന്ന് പറയണം. ഇന്ദ്രിയാദി അഹങ്കാരാത്മകം ശാർംഗം. ഇന്ദ്രിയാദി അഹങ്കാരത്തെ ശാർംഗം എന്ന് പറയണം. ഭൂതാദി അഹങ്കാരത്തെയാണ് പാഞ്ചജന്യം എന്ന് പറഞ്ഞത്. ഇവിടെ ഇന്ദ്രിയങ്ങളുടെ അഹങ്കാരത്തെയാണ് ശാർംഗം, വില്ലായിട്ട്, ഭഗവാന്റെ വില്ലായിട്ട് പറയണം. ഗദാധര, ഭഗവാന്റെ ഗദയ്ക്ക് കൗമോദകി എന്ന് പേര്. ഈ ഗദ എന്തിൻ്റെ സൂചകം? ബുദ്ധിതത്വാത്മികാം ഗദാം. ബുദ്ധിതത്വത്തെയാണ് ഗദ ഭഗവാൻ കയ്യിൽ വെച്ചുകൊണ്ട് കാണിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഞാനാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ തൻ്റെ ദേഹത്തിലും ആയുധത്തിലും വരണ്ടേ? അതിനാണ് ബുദ്ധി, ബോധാഹങ്കാരം, ഇന്ദ്രിയാഹങ്കാരം, മനസ്തത്വം, ഇതൊക്കെയും തൻ്റെ ജ്ഞാനതത്വം, ഇതെല്ലാം തൻ്റെ ആയുധങ്ങളായിട്ട് തൻ്റെ വരുതിയിലുള്ളതായി. ഒരാൾ ആയുധം കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ അധീനത്തിലാണ്. വാളിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് വെട്ടേണ്ട നേരം വരുമ്പോൾ കുട്ടേട്ടാ വെട്ടിക്കോളൂ, തനിക്ക് ആയിക്കോളെ, എനിക്ക് ധൈര്യമില്ല, ഇത് കൊണ്ടു നടക്കാനേ പറ്റൂ, വീശാൻ എനിക്ക് ധൈര്യം പോരാ, അങ്ങനെ പറഞ്ഞാൽ എന്ത് ഖഡ്ഗധാരിയ. അപ്പൊ ഈ കാണുന്നതെല്ലാം ഞാനാണ്, എൻ്റെ കയ്യിലെ ആയുധമാണ്, എൻ്റെ അധീനത്തിലാണ്. ശാർംഗധന്വ ഗദാധര. രഥാംഗപാണി, രഥാംഗം ചക്രമസ്യ പാണൗ. രഥത്തിൻ്റെ അംഗം, തേരിൻ്റെ അംഗം ചക്രം. ചക്രത്തെ ഭഗവാൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അക്ഷോഭ്യ അതേവ അശക്യ ക്ഷോഭണ. ഈ വാളും ഈ വില്ലും ഈ ശംഖും ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കണ ഭഗവാന് ആരോട് എന്തിനു ക്ഷോഭിക്കണം? സർവശക്തനായ ഒരാൾക്ക് ആരെ ഭയപ്പെടണം? അക്ഷോഭ്യ. എന്നിട്ടാണ് സർവപ്രഹരണായുധ. കേവലം ഏതാവന്തി ആയുധാനി അസ്യ ഇതീന നിയമ്യതേ അപ്പിത് സർവാണ്യേവ പ്രഹരണാനി. ഇവിടെ ഭഗവാന് 4 കൈകൾ 8 കൈകൾ എന്ന് കൽപ്പിച്ചു. ലോകത്തിലെ ആയുധങ്ങളൊക്കെയും ഭഗവാന് സ്വാധീനമാണ്. പ്രഹരണം, ആയുധങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ ഇവിടെ പറഞ്ഞില്ല. അതിനാണ് ഇവിടെ ഒഴിവ് പറഞ്ഞത്. ഭഗവാന്റെ അംഗപ്രത്യംഗ വർണ്ണനയും വിഷ്ണു കേശാദി പാദാന്ത സ്തോത്രം എന്ന ആചാര്യസ്വാമികളുടെ ഒരു സ്തോത്രമുണ്ട്. വിഷ്ണുവിനെ അടിമുടി വർണ്ണിക്കുക, അതിലിതൊക്കെ വർണ്ണിക്കണം. എന്തിനാ അതൊക്കെ? ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഭയപ്പെടാതെ ഇരിക്കണമെങ്കിൽ ഭഗവാന്റെ കയ്യിൽ വാളുണ്ട്. അപ്പം നമ്മൾ ഇരുട്ടത്ത് നടക്കണം, കൂടെയുള്ള ഒരു സഹയാത്രികന്റെ കയ്യിൽ ടോർച്ച് ഉണ്ടാക്കുക, നമുക്കിതിൻ്റെ ഈ വെളിച്ചത്തിൽ പോവാം.
അപ്പോൾ വെളിച്ചുള്ള ആളെ കൂട്ടിന് കിട്ടിയപ്പോൾ നമുക്ക് ഇരുട്ടിനെ പേടിക്കാണ്ട് നിൽക്കാമെന്നായി. വാളും ഒക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ നമുക്ക് കിട്ടിയപ്പോൾ നമുക്ക് എന്തിനു ഭയപ്പെടണം? അക്ഷോഭ്യനായിട്ടിരിക്കുന്ന ഭഗവാനെ നമുക്ക് തുണയായി കിട്ടി. ഏത് പ്രഹരണം ഉണ്ടെങ്കിലും അതൊക്കെ ഭഗവാന്റെ അധീനത്തിലാണ്. ഇനിയിപ്പോൾ ഈ കൈകളല്ലേ ഉള്ളൂ, ബാക്കിയൊക്കെ ഏത് കൈകൊണ്ടാണ് എടുക്കുക? 1000 കൈകളല്ലെങ്കിലും ഉണ്ടല്ലോ. എത്ര ആയുധം ഉണ്ടെങ്കിലും അതെടുക്കാൻ. സർവാണി ഏവ ഇവിടെ പറയണത് ഇത്ര ഈ പറഞ്ഞ വാള്, വില്ല് തുടങ്ങിയവ മാത്രമേ ഉള്ളൂ എന്ന് ധരിക്കണ്ട. ഏതേത് ആയുധങ്ങൾ ലോകത്തുണ്ടോ അത് മുഴുവനും ഭഗവാന് കൈകാര്യം ചെയ്യാൻ പറ്റും. ആയുധത്വേന അപ്രസിദ്ധാനി അപി കരജാതീനി അസ്യ ആയുധാനി. ഇനി ആയുധങ്ങളുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ നഖം ആരെങ്കിലും ആയുധമായിട്ട് എടുക്കുമോ? വാള്, കുന്തം ഇതൊക്കെ പറഞ്ഞെടുക്കും. പിച്ചാറ്റി വരെ എടുക്കും. അപ്പോഴും നഖം ആരെങ്കിലും എഴുതുമോ? ഇവിടെ നോക്കൂ, നരസിംഹരൂപത്തിൽ വന്ന് ആരും വിചാരിക്കാത്ത ആയുധമായിട്ട് അദ്ദേഹം നഖം ഉപയോഗിച്ചു. അതാണ് സർവ പ്രഹരണത്തിന് ഉപയോഗിക്കുന്ന എല്ലാ ആയുധങ്ങളും ഭഗവാന്റെ അധീനത്തിലുണ്ട്. അന്തേ സർവപ്രഹരണായുധ ഇത് വചനം സത്യസങ്കല്പത്വേന സർവേശ്വരത്വം ദർശയിതും. എന്തിനാണ് ഒടുവ് ഈ നാമം ഉൾപ്പെടുത്തിയത് വെച്ചാൽ നമുക്കൊരു ധൈര്യം കിട്ടും. ഭഗവാൻ ഞാൻ രക്ഷിക്കും, ഞാൻ രക്ഷകനാണ് എന്ന് പറയുക മാത്രമല്ല, ഗോവർദ്ധനം നമ്മളെ രക്ഷിക്കുന്നൊക്കെ കുറേ നേരം പറഞ്ഞു നോക്കി കൃഷ്ണൻ, ഗോപന്മാരെ ആശ്വസിപ്പിക്കാൻ. കൃഷ്ണ പറയണല്ലേ ഉള്ളൂ, രക്ഷിക്കണമെന്നും കാണണമല്ലോ ഗോവർദ്ധനം എന്ന് പറഞ്ഞു. ഇനി വാക്കുകൊണ്ട് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അടർത്തി അങ്ങോട്ട് പൊക്കിയെടുത്തു. അതുപോലെ ഞാൻ പറയണത് പോലെ തന്നെ ചെയ്യുന്നവനുമാണ്. നോക്കൂ, എത്ര ആയുധങ്ങളാണ് എൻ്റെ അടുക്കലുള്ളത്. അതിന് വാള് മാത്രമല്ലേ ഉള്ളൂ, ഗത മാത്രമല്ലേ ഉള്ളൂ, ചക്രം മാത്രമേ ഉള്ളൂ എന്ന് ശങ്കിക്കുന്നവർക്ക് അല്ലാട്ടോ സർവപ്രഹരം. വേണ്ടി വന്നാൽ നഖവും ആയുധമാണ്. ഇനിയിപ്പോൾ എന്താ നിങ്ങൾക്ക് പരിഭ്രമിക്കേണ്ട ആവശ്യം എന്ന് നമുക്കൊരു അഭയദാനം ചെയ്തുകൊണ്ടാണ് ഈ 1000ാമത്തെ നാമം ഇവിടെ പറഞ്ഞത്. സർവേശ്വരത്വം ദർശയിതും ദ്വിർവചനം സമാപ്തിം രോധയം. എന്തൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും അവസാനിപ്പിച്ചത് ഒന്നുകൂടി പറഞ്ഞാൽ അത് അവസാനിച്ചു എന്നർത്ഥം. ഈ മെസ്സേജൊക്കെ അയക്കുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറയും. ഓരോ വാചകം നമ്മളിപ്പോൾ കുത്തിടുന്നു, മെസ്സേജ് കേൾപ്പിക്കുമ്പോൾ കുത്ത് എന്ന് പറയാൻ പറ്റില്ലോ. അതിനു വേണ്ടി മദർ സീരിയസ് സ്റ്റോപ്പ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ്. ഈ സ്റ്റോപ്പ് എന്ന് കേട്ടാൽ അവിടെ കുത്തിടണമെന്നാണ്. അവർ പറയുമ്പോൾ സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ സ്റ്റോപ്പിനെ കാണിക്കാനായിട്ട് സ്റ്റോപ്പ് എന്നുള്ളൊരു വാക്ക് ഇവിടെ ഇതാ. സ്റ്റോപ്പ്, അവസാനിച്ചു എന്നുള്ളതിനെ കാണിക്കാൻ ശാസ്ത്രീയമായൊരു സങ്കേതമാണ് 2 തവണ പറയാം. ബ്രഹ്മസൂത്രത്തിൽ അവസാനത്തെ സൂത്രത്തെ 2 തവണ പറഞ്ഞു. ന പുനരാവർത്തതേ ന പുനരാവർത്തതേ എന്നാണ്. എന്താണ് ഈ ബ്രഹ്മജ്ഞാനം? തുടക്കം ബ്രഹ്മജ്ഞാനമാണ്. അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞിട്ടാണ് 500 ചില്ലുവാനും സൂത്രങ്ങളിലൂടെ വേദാന്ത തത്വം നമുക്ക് പറഞ്ഞു തന്നത് ബ്രഹ്മസൂത്രത്തിൽ. അവസാനിച്ചു എന്ന് കാണിക്കാൻ ന പുനരാവർത്തതേ ന പുനരാവർത്തതേ. ഈ പറഞ്ഞ പ്രകാരമുള്ള ബ്രഹ്മത്തെ ഒരാൾ ഈ പറഞ്ഞ വിധത്തിലൊക്കെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച് സാക്ഷാത്കരിച്ചു എന്നിരിക്കട്ടെ. ന പുനരാവർത്തതേ പുനഃ ന ആവർത്തതേ. അയാൾ വീണ്ടും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരില്ല, പുനർജന്മമില്ല. ബ്രഹ്മജ്ഞാനം സിദ്ധിച്ചവൻ ബ്രഹ്മമായി തീരും. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി എന്ന് പറഞ്ഞ് ഓങ്കാരശ്ച മംഗളാർത്ഥ 1000ാമത്തെ നാമം അവസാനിച്ചു.